4000 വർഷങ്ങൾക്ക് മുമ്പ് സത്യപാതയിൽ പാദമൂന്നി സത്യദീനിനു വേണ്ടി പരീക്ഷണങ്ങളിൽ പതറാതെ പരിശുദ്ധ ജീവിതം നയിച്ച പരിശുദ്ധ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാനവ സമൂഹത്തിൻ്റെ മനതലങ്ങളിൽ മങ്ങാതെ മായാതെ മാതൃകാപുരുഷനായി മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സമുന്നതമായ സ്ഥാനമാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുള്ളത്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം ആത്മമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വ്യക്തിത്വത്തെ അല്ലാഹു തആല വിശിഷ്ടമാക്കി. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ഭൗതിക ലോകത്ത് വിശിഷ്ട വ്യക്തിത്വത്തിനുടമയായി നാം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. പരലോകത്ത് അദ്ദേഹം സദ്വൃദ്ധരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജനനായകനായി പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. നാം മാനവതയ്ക്ക് നേതാവായി താങ്കളെ നിശ്ചയിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സത്യസന്ധരും സഹനതയുള്ളവരുമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സത്യനിഷ്ഠരും പ്രവാചകനുമാണ്. ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം. നിശ്ചയം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിനീതരും സഹനശീലമുള്ളവരുമാണ്. പ്രിയമുള്ളവരെ, എത്രയധികം മാതൃകായോഗ്യമായ സവിശേഷതകൾ സംഗമിച്ച സമുന്നത വ്യക്തിത്വത്തിനുടമയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ പരിശുദ്ധമായ ഹജ്ജിൻ്റെ മാസത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്നേഹിക്കുകയും ആ സുന്ദരമായ മാതൃക പിൻപറ്റാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.